ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആഖിർ ഹംസ എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അവസാനം ഏതുണ്ട്? ഹംസ ഉണ്ട്. പദത്തിന്റെ അവസാനം എന്തുണ്ട്? ഹംസ. അല്ലെങ്കിൽ പദത്തിന്റെ അവസാനം യാ, അല്ലെങ്കിൽ പദത്തിന്റെ അവസാനം വാവ്. അപ്പൊ എത്ര അക്ഷരായി? 3. ഏതൊക്കെ? ആഖിർ യാ എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അവസാനം ഏതുണ്ട്? ഒന്നിലേക്ക് ഹംസ ഉണ്ട്, അല്ലെങ്കിലോ വാവുണ്ട്, അല്ലെങ്കിൽ വാവുണ്ട്, അല്ലെങ്കിലോ യാ ഉണ്ട്. ഈ 3 അക്ഷരങ്ങൾക്ക് നേരെ മുമ്പിൽ സുക്കൂനും ഉണ്ട്. ആഖിർ ഹംസ തൊട്ടടുത്ത് സുക്കൂന്, തൊട്ട മുന്നില്. ആഖിർ വാവ്, വാവിന്റെ തൊട്ട് മുമ്പ് സുക്കൂന്. ആഖിർ യാ, യാന്റെ തൊട്ട് മുമ്പ് സുക്കൂന്. അപ്പൊ എന്താ ഇപ്പോ? ആഖിർ അലിഫ് മുമ്പ് സുക്കൂന്, അല്ലെങ്കിലോ ആഖിർ വാവ് മുമ്പ് സുക്കൂന്, അല്ലെങ്കിലോ തൊട്ട് മുന്നേ സുക്കൂന്. ഇങ്ങനെ വരുന്ന ഇസ്മുകളിൽ എല്ലാ ഇഅ്റാബും വെളിവാകും എന്നാണ് പറയാൻ പോണത്. ഇങ്ങനെയുള്ള പദങ്ങളിൽ മർഫൂഉം വെളിവാകും, പിന്നെ മൻസൂബും വെളിവാകും, പിന്നെ മജ്റൂറും വെളിവാകും. വെളിവാകണീന് ഒരു തടസ്സമല്ല. പറഞ്ഞേ തിരിഞ്ഞോ? ആഖിർ അലിഫ്, ആഖിർ വാവ്, അല്ലെങ്കിൽ ആഖിർ പറഞ്ഞ എന്താ അർത്ഥം? അവസാനം. ഈ 3 അക്ഷരങ്ങൾക്ക് തൊട്ട് മുമ്പിൽ ഏതുണ്ട്? സുക്കൂനുണ്ട്. എങ്കിൽ അവിടെ എല്ലാ ഹർക്കത്തുകളും കൃത്യമായി വെളിവാകും. ഹംസന്റെ മേലും വെളിവാകും, യാന്റെ മേലും വെളിവാകും, പിന്നെ വാവിന്റെ മേലും വെളിവാകും. അതാണ് ആദ്യത്തെ അധ്യായത്തിൽ പറയാൻ പോണത്. നോയിക്കോളി, ഞാൻ വായിക്കണം. ആദ്യം നോയിക്കോളി. ഫസ്ലുൻ വകുല്ലു ഇസ്മിൻ ആഖിറുഹു ഹംസത്തുൻ ഔ വാവുൻ ഔ യാഉൻ ഖബിലഹാ സാകിനുൻ ഫഇന്നഹു യഹ്തമിലുൽ ഹർകാതി കുല്ലഹാ
ഫഇന്നഹു എങ്ങനെ വായിക്കണത്? ഫഇന്നഹു യഹ്തമിലുൽ യഹ്തമിലുൽ ഹർകാത്തി കുല്ലഹാ വയജിരി മജ്റസ് സഹീഹി വയജിരി മജ്റസ് സഹീഹി തഖൂലു ഹാദാ റിദ്ഉൻ വറഅയ്തു റിദ്അൻ മറർതു ബിരിദ്ഇൻ. എന്റെ പേർക്ക് മനസ്സിലായി? അവിടെ ഏതാ പദം? റിദ്അ്. റിദ്അ് എന്ന് പറയുമ്പോ അവസാനത്തെ അക്ഷരം ഏതാ? ഹംസ. ഹംസന്റെ മുമ്പുള്ള ദാലിന് എന്താണ്? സുക്കൂനാണ്. സുക്കൂനാണ്. അപ്പൊ അവിടെ 3 ഹർക്കത്തും എന്താകാം? വെളിവാകും. വെളിവാകാം. എന്നിട്ട് വെളിവായിട്ട് എങ്ങനെ പറയാ? ഹാദാ റിദ്ഉൻ. ഹാദ മുബ്തദ, റിദ്ഉ ഖബർ, റഫഅ വെളിവായി. വറഅയ്തു റിദ്അൻ ഏത് വെളിവായി? നസ്ബ് വെളിവായി. വെളിവായി. മറർതു ബിരിദ്ഇൻ ഏത് വെളിവായി? ജർറ് വെളിവായി. ജർറ് വെളിവായി. ഇനി നോക്കിക്കോളി. വഹാദാ ലബിയുൻ. ലബിയുൻ അവസാനത്തെ ഏതാ? ലബിയു എന്നുള്ള അക്ഷരം അവസാനത്തെ അക്ഷരം ഏതാ? യായിന്റെ മുമ്പുള്ള ബായിനെന്താ? സുക്കൂനാണ്. സുക്കൂനാണ്. ലബിയുൻ റഫഅ വെളിവായി. ലബിയൻ നസ്ബ് വെളിവായി. മറർതു ബിലബിയിൻ ഏത് വെളിവായി? ജർറ് വെളിവായി. ഇനി നോക്കിക്കോളി. വഹാദാ ദൽവുൻ വറഅയ്തു ദൽവൻ വമറർതു ബിദൽവിൻ. ദൽവുൻ അവസാനം ഏതാ? വാവ്. വാവിന്റെ മുമ്പുള്ള എന്താ? സുക്കൂൻ. സുക്കൂനാണ്. കണ്ടങ്ങളെ മർഫൂ ആയപ്പോ ദൽവുൻ, മൻസൂബായപ്പോ പിന്നെ ദൽവൻ, മജ്റൂറായപ്പോ ദൽവിൻ. അപ്പൊ എന്താണ് ഇതിൽ പഠിപ്പിക്കുന്ന കാര്യം? എന്താണ്? ഒരു ഇസ്മിന്റെ അവസാനം ഏത് വന്നു? അലിഫ് വന്നു, അല്ല ഹംസ വന്നു, അല്ലെങ്കിൽ വാവ് വന്നു, അല്ലെങ്കിൽ വാവ് വന്നു, അല്ലെങ്കിൽ യാ വന്നു. അതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്തും വന്നു? സുക്കൂനും വന്നു. സുക്കൂനും വന്നാൽ ഈ 3 പദങ്ങളും മർഫൂഉം വെളിവാകും, മൻസൂബും വെളിവാകും, പിന്നെ ഏതും വെളിവാകും? മജ്റൂറും വെളിവാകും. ഒന്നും സങ്കല്പിക്കണ്ടെന്നർത്ഥം. നോക്കിക്കോളി. ഫസിലുൻ. ഇതൊരു ഫസിലാണ്, ഒരു അധ്യായാണ്. വകുല്ലു ഇസ്മിൻ. എങ്ങനെയാ വായിച്ചത്? ഇസ്മിൻ എല്ലാ ഇസ്മുകളും. എല്ലാ കുല്ലി പറഞ്ഞെന്താ? അപ്പൊ കുല്ലു ഇസ്മി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഴുവൻ ഇസ്മുകളും. എങ്ങനത്തെ ഇസ്മാണ്? അർത്ഥം പൂർത്തിയായിക്കണോ? ഇല്ല. ആഖിറുഹു ആ ഇസ്മിന്റെ അവസാനം ഹംസത്തുൻ ഏതാണ്? ഹംസയാണ്. ഔ വാവുൻ അല്ലെങ്കിൽ വാവാണ്. ഔ യാഉൻ അല്ലെങ്കിൽ ഏതാണ്? യാ ആണ്. അങ്ങനെയുള്ള എല്ലാ ഇസ്മുകളും. പിന്നെ എങ്ങനത്തെ ഇസ്മാണ്? ഖബിലഹ അവകളുടെ മുമ്പുണ്ട്. എവകളുടെ?
വാവിന്റെ യാന്റെ വാവിന്റെ ഹംസ പിന്നെ വാവ് യാ വാവ് യാ അവകൾക്ക് മുമ്പുണ്ട് സാക്കിനുൻ എന്തുണ്ട് സുക്കൂനുണ്ട്. സുക്കൂനുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഇസ്മുകളും ഇനി ഏത് വന്നിട്ടില്ല? അങ്ങനെയുള്ള എല്ലാ ഇസ്മുകളും അർത്ഥം പൂർത്തിയായിട്ടില്ല. കുല്ല് എന്ന് പറയുന്ന ഖബറിനും വന്നിട്ടില്ല. ഏതിന്റെ ഖബർ വന്നിട്ടില്ല? കുല്ലുവിന്റെ. കുല്ലുവിന്റെ. അപ്പൊ കുല്ലു ഇസ്മീൻ എല്ലാ ഇസ്മും ആഖിറുഹു എങ്ങനത്തെ ഇസ്മ്? അതിന്റെ അവസാനം ഹംസത്തുൻ ഹംസയാണ്. അങ്ങനത്തെ എല്ലാ ഇസ്മും ഖബിലഹ അവകൾക്ക് മുമ്പുണ്ട് സാക്കിനുൻ ഏതുണ്ട്? സുക്കൂനുണ്ട്. സുക്കൂനുണ്ട്. അങ്ങനത്തെ എല്ലാ ഇസ്മുകളും എങ്ങനത്തെ? ആഖിർ വാവ്, ആഖിർ യാ, ആഖിർ ഹംസ ഹംസ. അതിന്റെ മുമ്പ് ഏതുണ്ട് താനും? സുക്കൂനുണ്ട്. സുക്കൂനുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഇസ്മുകളും ഫഇന്നഹു തീർച്ചയായിട്ടും ആ എല്ലാ ഇസ്മുകളും യഹ്തമിലു അവകൾ വഹിക്കും അൽ ഹറകാത്തി ഹർക്കത്തുകളെ വഹിക്കും കുല്ലഹ എന്താർത്ഥം? മുഴുവൻ ഹറക്കത്തുകളും. മുഴുവൻ ഹർക്കത്തുകളെയും വഹിക്കും എന്ന് പറഞ്ഞാൽ മർഫു ആണെങ്കിൽ റഫ ഉണ്ടാകും, മൻസൂബ് ആണെങ്കിൽ ഏതുണ്ടാകും? നസ്ബ് ഉണ്ടാവും. നസ്ബ് ഉണ്ടാകും. മജ്റൂർ ആണെങ്കിൽ ഏതുണ്ടാകും? ജർ ഉണ്ടാവും. അവിടെയാണ് ഇന്നഹു യഹ്തമിലുൽ ഹറക്കാത്തിന്റെ അവിടെയാണ് കുല്ലു ഇസ്മിൻ എന്ന് പറയുന്ന സെന്റൻസിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. നീ നോക്കിക്കോളി. വകുല്ലു ഇസ്മിൻ എല്ലാ ഇസ്മുകളും വാവ് തുടക്കത്തിൽ വരുമ്പോ എന്താ തർക്കീബ്? ഇസ്തിനാഫ് തുടങ്ങ. കുല്ലു ഇസ്മിൻ എല്ലാ ഇസ്മുകളും കുല്ലു മുബ്തദ മുബ്തദ പ്ലസ് മുദാഫ് മുദാഫ് ഇസ്മിൻ മുദാഫിൻ ഇലൈഹി. അപ്പൊ മൂത്താന്റെ ഖബറിന് വന്നിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ അവസാനം വരാനുള്ളത്. എങ്ങനത്തെ ഇസ്മ്? ആഖിറുഹു ആ ഇസ്മിന്റെ അവസാനം ഹംസത്തുൻ ഏതാണ്? ഹംസയാണ്. ഹംസയാണ്. അങ്ങനത്തെ എല്ലാ ഇസ്മും ആഖിറുഹു ഹംസത്തുൻ അത് തനിച്ചൊരു സെന്റൻസാ. എന്താ തർക്കീബ്? ആഖിറുഹു അതിന്റെ അവസാനം ഹംസത്തുൻ ഹംസയാണ്. ആഖിറു മുബ്തദ പ്ലസ് മുദാഫ് മുദാഫ് ഹു മുദാഫിൻ ഇലൈഹി. മുദാഫുൻ ഇലൈഹി ഹംസത്തുൻ ഹംസയാണ്. അതാണ് ഖബർ. അതിന്റെ ഖബർ വന്നു. അതിന്റെ ഖബർ വന്നിട്ടില്ല. കുല്ലുവിന്റെ ഖബർ വന്നിട്ടില്ല. അപ്പൊ എന്താ അർത്ഥം? വകുല്ലു ഇസ്മിൻ എല്ലാ ഇസ്മുകളും ആഖിറുഹു ആ ഇസ്മിന്റെ അവസാനം ഹംസത്തുൻ എന്താണ്? ഹംസയാണ്. ഔ വാവുൻ അല്ലെങ്കിൽ വാവാണ്. ഔ ഹർഫ് അത്ഫാണ്. ഔ എന്നുള്ളത് ഏതാണ്? അത്ഫ്. നമ്മള് വാവ് അത്ഫ് പറഞ്ഞില്ലേ? അതേമാതിരി അത്ഫിന് വരുന്ന മറ്റൊരു അക്ഷരാണ് ഏത്? ഔ എന്നുള്ളത്. ഔ ഹർഫ് അത്ഫ് പിന്നെ വാവുൻ മഅ്തൂഫ്. ഏതാ മഅ്തൂഫ് അലൈഹി? ഹംസത്തുൻ അതാണ് മഅ്തൂഫ് അലൈഹി. ഔ യാഉൻ അല്ലെങ്കിൽ ഏതാണ്? യാ ആണ്. ഔ ഹർഫ് ഏതന്നെ? അത്ഫ്. യാഉൻ മഅ്തൂഫ്. മഅ്തൂഫ് അലൈഹി ഏതന്നെ? ആദ്യം പറഞ്ഞ ഏതന്നെ? ഹംസ. ഹംസത്തുൻ അതാണ് മഅ്തൂഫ് അലൈഹി. അപ്പൊ ആഖിർ വാവ്, ആഖിർ ഹംസ,
ആഖിർ യാ ഇങ്ങനെ വരുന്ന എല്ലാ ഇസ്മുകളും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനത്തെ ഇസ്മ? കുല്ലു ഇസ്മിന്റെ സിഫത്തുകളാണ് പറയുന്നത്. ഒന്ന്, അതിന്റെ അവസാനം ഏതുണ്ട്? ഹംസ ഉണ്ടാവും, ഹംസ ഉണ്ട്, അല്ലെങ്കിൽ വാവുണ്ട്, അല്ലെങ്കിൽ യാ ഉണ്ട്. അല്ലെങ്കിൽ യാ ഉണ്ട്. യാ ഉണ്ട്. അങ്ങനത്തെ എല്ലാ ഇസ്മുകളും. പിന്നെ എങ്ങനത്തെ ഇസ്മ? ഖബിലഹ അവകൾക്ക് മുമ്പുണ്ട് സാക്കിനുൻ ഏതുണ്ട്? സുക്കൂനുണ്ട്. സുക്കൂനുണ്ട്. അങ്ങനത്തെ എല്ലാ ഇസ്മുകളും. ഖബിലഹ സാക്കിൻ എന്ന് പറയുന്നത് വേറൊരു സെന്റൻസാ. ഖബില മുലാഫ് ഹാ അതോടുകൂടെ എന്തും കൂടിയാണ്? ഖബർ മുഖദ്ദം. അതിന്റെ മുബ്തദാ മുഅഖറാണ് ഏത്? സാക്കിനുൻ. മുബ്തദാ മുഅഖർ സുക്കൂനുണ്ട്. അപ്പൊ മുമ്പ് സുക്കൂനുള്ള ആഖിർ വാവും ആഖിർ യാവും ആഖിർ ഹംസയുമായിട്ടുള്ള എല്ലാ ഇസ്മുകളും. അർത്ഥം എന്ത് ചെയ്തിട്ടില്ല? പൂർത്തിയായിട്ടില്ല. പൂർത്തിയായിട്ട്. ഇനി പറയാൻ പോണത് എന്താ? അങ്ങനത്തെ എല്ലാ ഇസ്മുകളും എന്ത് ചെയ്യും? എല്ലാ ഹർക്കത്തുകളെയും എന്ത് ചെയ്യും? വഹിക്കും. വഹിക്കും. ഫഇന്നഹു തീർച്ചയായിട്ടും ആ എല്ലാ ഇസ്മും ഫഇന്നഹു തീർച്ചയായിട്ടും ആ എല്ലാ ഇസ്മും യഹ്തമിലു അവകൾ വഹിക്കും അൽ ഹറകാതി ഹർക്കത്തുകളെ വഹിക്കും. കുല്ലഹ ഹറക്കത്തുകളെ മുഴുവൻ വഹിക്കും എന്ന് പറഞ്ഞാൽ എന്താ? മർഫൂവും വെളിവാകും, പിന്നെ മൻസൂറും വെളിവാകും, പിന്നെ മജ്റൂറും വെളിവാകും. അവിടെയാണ് അതിന്റെ ഖബർ വന്നിക്കണം. അപ്പൊ ഇനി എങ്ങനെ തർക്കീബ്? ഇന്നറഫ് തൗക്കീദ് ഹു ഇസ്മു ഇന്ന യഹ്തമിലു ആ എല്ലാ ഇസ്മും വഹിക്കും. എന്തൊക്കെ ഉണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. ഏതാണ് ഫീല്? യഹ്തമല വഹിച്ചു, യഹ്തമിലു വഹിക്കും. ആ എല്ലാ ഇസ്മും വഹിക്കും. ആ കുല്ലി ഇസ്മിലേക്ക് മടങ്ങണ ഒരു ലമീർ. ആ ലമീറാണ് ആരെ ഫായില്? ആരെ ഫായില്? ഏതാ മക്കളെ അവിടെ വന്ന ഫീൽ? ഏതാ? അപ്പൊ യഹ്തമിലുന്റെ ഫായിൽ ഏതാണ്? കുല്ലു ഇസ്മിലേക്ക് മടങ്ങണ ലമീറ. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ട്? ഫീലുണ്ട്, പിന്നെ ഫായിലുണ്ട്. ഹൽ ഹറകാതി ഹർക്കത്തുകളെ വഹിക്കും. ഹറകാതി എന്താ തർക്കീബ്? വഹിക്കും. അൽ ഹറകാതി ഹർക്കത്തുകളെ വഹിക്കും. മഫ്ഊലും ബി. എവിടെ നസ്ബ്? എന്തുകൊണ്ടാണ് നസ്ബ്? ഫതഹത്തോണ്ടല്ല നസ്ബ്. എന്തുകൊണ്ടാണ് നസ്ബ്? കസ്റത്ത് കൊണ്ടാണ് നസ്ബ്. അപ്പൊ യഹ്തമിലൂന മഫ്ഊലു ബിഹി ആണ് ഹറകാതി. ആ ഹറകാതി എന്നുള്ളത് നസ്ബ്. എന്തുകൊണ്ടാണ് നസ്ബ്? ഇവിടെ എന്താ? ആരെ ഖബറ്? ഇന്നെന്റെ ഇവിടെ ഏത്? അപ്പൊ കുല്ലിങ്ങോട്ട് പോന്നാൽ അർത്ഥം പൂർത്തിയാകുന്നത് എവിടെയാണ്? യഹ്തമിലുൽ ഹറകാതി കുല്ലഹാ.
അങ്ങനെയാണ് ആ സെന്റൻസ്. വകുല്ലു ഇസ്മിൻ യൽറുഹു എന്താ അർത്ഥം? ആ ഇസ്മിന്റെ ഏതാണ്? വാവാണ്. ഔ യാഉൻ അല്ലെങ്കിൽ ഏതാണ്? യാ യാ ആണ്. ആണ്. ഖബിലഹ അവകൾ ഹാ എന്ന് പറഞ്ഞ മൂന്നെണ്ണത്തുക്കാ മടങ്ങണത്. ഏതാ മൂന്നെണ്ണം? ഹംസ വാവ് യാ. ഹംസ വാവ് യാ മൂന്നിലേക്കും കൂടിയാണ് ഏത് മടങ്ങണത്? ഹാ എന്ന് പറയുന്ന ദമീർ മടങ്ങണത്. ഖബിലഹ അവകൾക്ക് മുമ്പുണ്ട്. ഹാ എന്ന് പറഞ്ഞ അവകൾ. ആ അവകൾ ഏതാണ്? അലിഫ്, ഹംസ, വാവ്, പിന്നെ യാ. അവകൾക്ക് മുമ്പുണ്ട് സാക്കീനുൻ. എന്തുണ്ട്? എന്തുണ്ട്? സുക്കൂനുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഇസ്മുകളും വഇന്നഹു തീർച്ചയായിട്ടും ആ ഇസ്മുകൾ യഹ്തമിലു ആ ഇസ്മുകൾ വഹിക്കും അൽ ഹറകാത്തി എന്തിനെ വഹിക്കും? ഹറക്കത്തുകളെ വഹിക്കും. മർഫൂഅ്, പിന്നെ മജ്റൂറ്, മജ്റൂർ, പിന്നെ മൻസൂബ്. അത് മൂന്ന് ഹർക്കത്തിനെ അത് വഹിക്കും. കുല്ലഹ മുഴുവത്തിനെ വഹിക്കും. കുല്ലഹാറിന്റെ തൈക്കീതാണ്. ആർക്ക് തൈക്കീത്? ഹറക്കാത്തി എന്നുള്ളതിന് തൈക്കീതാ. ഹറക്കാത്തി എന്നുള്ളതിന്റെ തർക്കീബ് എന്തേന്? അപ്പൊ അതിന് തൈക്കീതാണ് ഏത്? അപ്പൊ അറക്കാത്തി എന്നുള്ളത് മൻസൂബാണ്. പക്ഷെ മൻസൂബ് എന്തുകൊണ്ടായിന്ന് മാത്രം സാധാരണ പത്തയത്തോണ്ട് നസ്ബ് ചെയ്തതിന് പകരം ജമ്മു അന്നസാലിമായപ്പോ എന്തുകൊണ്ട് ചെറു കസറ ചെയ്തോ? കസറത്തുകൊണ്ട്. അതിന് തൈക്കീതാണ് ഏത്? കുല്ലഹ. അപ്പൊ കുല്ല തന്നെ വായിക്കണം. കാരണം കുല്ല എന്നുള്ളത് ആർക്ക് തൈക്കീതാണ്? അറക്കാത്തിന് തൈക്കീത്. അവിടെ നസ്ബ ഉള്ളത്. പക്ഷെ അറക്കാത്തിന്ന് വായിക്കുമ്പോ നമ്മള് സാധാരണ പത്തയത്തോണ്ട് നസ്ബ് ചെയ്തതിന് എന്തുകൊണ്ടാണ് നസ്ബ് ചെയ്തത്? അൽ ഹറഫ ഇന്നഹു അവകൾ യഹ്തമിലു അവകൾ വഹിക്കും അൽ ഹറക്കാത്തി ഹർക്കത്തുകളെ കുല്ലഹ ആ ഹർക്കത്തുകളെ മുഴുവൻ വഹിക്കും എന്ന് മാത്രമല്ല വയജിരി ആ ഇസ്മു സഞ്ചരിക്കും. ജറ സഞ്ചരിച്ചു, യജിരി എന്താക്കും? സഞ്ചരിക്കും, നടക്കും. മജ്റ സഹീഹി സഹീഹിന്റെ സ്ഥാനത്ത് സഞ്ചരിക്കും. മജ്റ എന്ന് പറഞ്ഞാൽ സ്ഥാനം, സഹീ പറഞ്ഞ സഹീഹിന്റെ സ്ഥാനത്ത് നടക്കും. വയജിരി അവകൾ നടക്കും. യവകൾ നടക്കും. യവകൾ നടക്കും എന്ന് പറയുന്നത് ആഖിർ അലിഫ്, ഹംസ, പിന്നെ ആഖിർ വാവ്, അത് അതേപോലെ ആഖിർ യാ. അതാ വയജിരി ആഖിർ ഹംസയും ആഖിർ വാവും ആഖിർ യാഉമായ ഇസ്മ സഞ്ചരിക്കും. മജ്റ സഹീഹി ഏതിന്റെ സ്ഥാനത്ത്? സഹീഹിന്റെ സ്ഥാനത്ത് സഞ്ചരിക്കും. മജ്റ എന്ന സ്ഥാനം, സഹീഹ് എന്ന സഹീഹിന്റെ സ്ഥാനത്ത് സഞ്ചരിക്കും. എന്താ മക്കളെ സഹീഹിന്റെ സ്ഥാനത്ത് സഞ്ചരിക്കും എന്ന് പറഞ്ഞാ? സൈദുൻ, അംറുൻ അതൊക്കെ സഹീഹ. പറഞ്ഞൂടി എന്താ സഹീഹ് പറഞ്ഞ? അതില് വാവ് യാ. അതന്നെ പറഞ്ഞൂടെ. അതിലേതില്ല? അവസാനത്തിന് വാവ് യാ അലിഫില്ല. അതാണ് സഹീഹ്. അപ്പൊ മുഅ്തല്ല് സഹീഹ്. മുഅ്തല്ല് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ ഏതുണ്ടാകും? യാ ഉണ്ടാവും. സഹീഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവസാനത്തിൽ ഏതുണ്ടാവൂല? അലിഫ് വാവ് യാ ഉണ്ടാവും. ഖാദറുൻ സഹിയാൻ. ഖാദർ അറിയണത് റാണ്, സുധീർ അറിയണത് റാണ്. ഹൈദറുൻ അവസാന റാ ആണ്. അവിടെ കലിഫ വാവലാവുണ്ടോ? ഇല്ല. ബഷീർ, ബഷീറുൻ പിന്നെ സഹിയാണ്. ഇവകളുടെ സ്ഥാനത്ത് ആ നൗണുകൾ സഞ്ചരിക്കും. ഏത് നൗണുകള്? ആഖിർ ഹംസയും ആഖിർ വാവും അതേപോലെ
ആഖിറ യാഉം ആ യാ യാഉ ഹംസയും എന്താ സ്വഹീന്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന പറഞ്ഞാ ഖാദറുൻ ഖാദറൻ ഖാദരീൻ എന്ന് വായിക്ക. അതേപോലെ ഈ പറയപ്പെട്ട സ്ഥലത്ത് ഹംസമ റഫവും വെളിവാകും, നസ്ബും വെളിവാകും, പിന്നെ റഫഉം ജറും ഏത് വെളിവാകും? ജറും ജറ് വെളിവാകും. എന്താണ് ഈ സഹീന്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്നത് മനസ്സിലായോ? മനസ്സിലായി. ഇനിയും ആ പറഞ്ഞത് എന്താണ്? ഇപ്പൊ ഖാദറുൻ സുദീറുൻ ബഷീറുൻ നിഷാദുൻ ഇതൊക്കെ സഹീഅ. ഇതിനൊന്നും ഏതില്ല. അത് അതിന്റെ അവസാനത്തെ അക്ഷരം ഏതല്ല? ഖാദർ എന്ന് പറയുമ്പോ അലിഫോ വാവോ യാ ഉണ്ട് അവസാനം. ഇല്ല ഹൈദറുൻ എന്ന് പറയുമ്പോ അലിഫോ വാവോ യാ ഉണ്ട് അവസാനം. ഇല്ല. പിന്നെ അതിനൊക്കെ അവസാനം ഏതാ ഉള്ളത്? ഖാദറുൻ ബഷീറുൻ ഹൈദറുൻ എന്നൊക്കെ പറയുമ്പോ ഖാദറിന്റെ അവസാനത്തെ അക്ഷരം എനിക്കറിയില്ല. ഖാദറെ ഓ അറിയാ. ഏതാണ്? റാ ആ ഹൈദർ എന്ന് പറയുമ്പോ അവസാനം ഏതാണ്? റാ റാ. അതാണ് സ്വഹീഹ് പറഞ്ഞ. അതില് റഫവും നസ്ബും ജറൊക്കെ എന്താകും? വെളിവാകും. വെളിവാകും. അതേമാതിരി ആഖിർ ഹംസയും ആഖിർ വാവും ആഖിർ യാവുമായ നൗണിൽ എന്താക്കും? എല്ലാ ഇറാബും എന്താകും? വെളിവാകും. അതാ വയജിരി എന്ന് പറഞ്ഞാൽ അതാ ജറാ സഞ്ചരിച്ചു. അതിന്റെ മുതാരിയാണേത്? യജിരി. യജിരി. അവകൾ സഞ്ചരിക്കും. യവകൾ ആഖിർ ഹംസ പിന്നെ വാവ് പിന്നെ മജ്റ സ്വഹീഹ് സ്വഹീഹിന്റെ സ്ഥാനത്ത്. സ്വഹീഹിന്റെ സ്ഥാനത്ത്. എന്താ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ? അവസാനം അലിഫും യാവും ഹംസയും അലിഫും ഇല്ലാത്തത്. വാവും യാവും ഉള്ളതെന്നോ ഇല്ലാത്തത്? ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഇല്ലാത്തത്. അപ്പൊ അവിടെ എല്ലാ ഏറാബും വെളിവാകുന്നത് പോലെ ഇവിടെയും എല്ലാ ഏറാബും വെളിവാകും. അപ്പൊ സഹീഹിന്റെ സ്ഥാനത്ത് നടക്കുന്നു അതിന്റെ അർത്ഥം എന്താ? സഹീആകുമ്പോ നമ്മളെ പേരിൽ എന്തൊക്കെ വരാ? ഖാദറുൻ ഖാദറൻ ഖാദരിൻ, ഹൈദറുൻ ഹൈദറൻ ഹൈദരിൻ എല്ലാം വരാ. അതേപോലെ ഇത്തരം ഇസ്മുകളിലും എന്ത് വരാ? റഫഉം വരാം, പിന്നെ ചെറും വരാം, ജറും വരാം, ജറും നസ്ബും വരാം, വരാം, പിന്നെ നസ്ബും നസ്ബും വരാം. 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 അതാണ് സ്വഹീഹിന്റെ സ്ഥാനത്ത് സഞ്ചരിക്കും എന്ന് പറഞ്ഞ. സഹീ പറഞ്ഞ അപ്പ മനസ്സിക്ക് വരണം ആഖിറിൽ ഏതില്ലാത്തത്? അലിഫോ അലിഫോ അലിഫ് വാവോ വാവ് യാ ഇല്ലാത്തത്. ഇല്ലാത്തത്. ആ മുഴത്തല് പറഞ്ഞ അപ്പൊ ഓടി വരണം. ഏതാ അവസാനം ഏതുള്ളത്? അലിഫ് വാവ് യാ അലിഫ് വാവ് യാ അലിഫ് ഉള്ളത്. വാവ് യാ ഉള്ളത്. ഇത് നോക്കിക്കോളി. പറഞ്ഞു യഖൂലു എന്താ പറയാ? നീ പറയൂ. ഇത് ഒരു സഹായിയാണ്. ഇതെന്താണ്? ഹാദാ സഹായിയാണ്. ഇവൻ റിദുഉൻ ഇവൻ ആരാണ്? സഹായി സഹായിയാണ്. ആ നമ്മളെ ചർച്ച എവിടെ ഇപ്പോ? ഹാദാ ഇവൻ റിദുഉൻ ഒരു സഹായിയാണ്. ഹാദാ മുബ്തദ, റിദുഉൻ അതാണ് ഏത്? ഖബർ. ഖബർ ഖബറായപ്പോ എന്ത് വേണം? ഖബറിന് എന്ത് വേണം? നസ്ബ് വേണ്ടേ? മർഫൂ വേണം. മർഫൂ വേണം. റഫഅ വേണം. അവിടെ മർഫൂ നല്ലോണം വെളിവായിക്കണേ. എങ്ങനെ വായിച്ചത്? റിദുഉൻ റിദു ഹംസാണ്. ഉള്ള അക്ഷരം ഏതാ? ദാല്. ദാല്. ദാലിന് എന്താണുള്ളത്? സുക്കൂൻ. സുക്കൂനാണ്. അപ്പൊ ആഖിർ ഹംസ മുമ്പ് സുക്കൂന്.
ഇവിടെ ദാ മർഫൂ മർഫൂ കണ്ടു റഅയ്തു റഅയ റഅൗ റഅത്ത് റഅത റഅയ്ന. പിന്നെ റഅന റഅയ്ത റഅയ്തുമ പിന്നെ റഅയ്തും റഅയ്തും പിന്നെ റഅയ്തി റഅയ്തും റഅയ്തുമ റഅയ്തുന്ന റഅയ്തുന്ന റഅയ്തു. അപ്പൊ എന്താ അർത്ഥം? ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ഞാൻ കണ്ടു. അതിലെന്തൊക്കെയുണ്ട്? ഫിഅലുണ്ട്, ഫിഅല്, ഫായിലുണ്ട്. ഫായില്. ഇതിനെ കണ്ടു റിദ് അൻ സഹായിയെ കണ്ടു. അപ്പൊ ഏതാ? മഫ്ഊൽ ബിഹി അപ്പൊ മഫൂൽ ബിഹി അപ്പൊ അവിടെ ഏത് വെളിവായി? നസ്ബ് വളിവായി. നസ്ബ് വെളിവായി. ഇനി ഇതാ മറ നടന്നു മറർത്തു എന്താ അർത്ഥം? ഞാൻ നടന്നു. ഞാൻ നടന്നു. ബിരിദി ഇൻ സഹായിയുടെ കൂടെ. സഹായിയുടെ അരികിലൂടെ ഞാൻ നടന്നു. അവിടെ കണ്ടോ? ബിരിദി ഇൻ ബാഹർഫ് ജാറ്. ജാറ് റിദി ഇൻ മജ്റൂർ. മജ്റൂർ. ജറും വളിവായി. ചിലപ്പോ ഇതിന്റെ അവസാനം ഹംസ തൊട്ട് മുമ്പ് ഏതോ സുക്കൂൻ. സുക്കൂൻ. അങ്ങനെ വന്നാൽ ആ ഇസ്മില് റഫഉം വെളിവാകും നസ്ബും വെളിവാകും പിന്നെ ജറും വളിവാകും. ജറും വെളിവാകും. ഇനി നോക്കിക്കോളി അവസാനം യാവും മുമ്പ് സുക്കൂൻ. ഇപ്പൊ പറഞ്ഞത് ഏതാ? ആഖിർ ഹംസയും മുമ്പ് സുക്കൂനും സുക്കൂനും. ഇനി ഇതാ പറയാൻ പോണ ആഖിർ യാവും മുമ്പ് സുക്കൂനും. വഹാദാ ലബിയുൻ. ലബിയ പറഞ്ഞ മാന്. ഇതൊരു മാൻപേടയാണ്. ലബിയുൻ ലബിയുൻ എന്താണ്? ലബിയൻ. ലബിയുൻ എന്താ ലബിയ പറഞ്ഞ? മാന്. 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 മാൻപേട. ഹാദാ ലബിയുൻ ഇതൊരു മാൻപേടയാണ്. എന്താ തർക്കീബ്? ഹാദാ മുബ്തദ. മുബ്തദ ലബിയുൻ ഖബർ. അവസാനം ഏതാ? യാ ആണ്. റഫ് വന്നു. സുക്കൂനാണ്. റഫാല്ലടോ സുക്കൂന്. സുക്കൂന് അങ്ങനെ ആയപ്പോ മർഫൂ വെളിവായി. എങ്ങനെ വെളിവായത്? ഹാദാ ലബിയുൻ ലബിയൻ. ഇനി നോക്കിക്കോളി. വറഅയ്തു ഞാൻ കണ്ടു. ലബിയൻ ഒരു മാൻപേടയെ ഞാൻ കണ്ടു. ലബിയൻ കേട്ടോ. റഅയ്തു എന്തൊക്കെയുണ്ട്? ഫിഅലുണ്ട്, ഫായില്. ഫായിലുണ്ട്. ലബിയൻ അതാണത് മഫ്ഊൽ ബിഹി. അപ്പൊ ഏത് വെളിവായി? നസ്ബ് വളിവായി. വെളിവായി. അപ്പൊ ആഖിർ യാവും മുമ്പ് സുക്കൂനുമുള്ള ഇസ്മാവുമ്പോഴോ അവിടെ എല്ലാ ഇറാബും എന്താകും? വെളിവാകും. ഇനിയോ പിന്നെ വമറർത്തു ഞാൻ നടന്നു. ബിളബിയിൻ ഏതിന്റെ അടുത്ത് കൂടെ? മാനിന്റെ മാനിന്റെ അടുത്ത് കൂടെ. മാനിന്റെ അരികിലൂടെ. അവിടെ ഇപ്പൊ എങ്ങനെയാ നമ്മൾ വായിച്ചത്? ബി ലബിയിൻ. ലബിയിൻ ലബിയിൻ മജ്റൂർ. അപ്പൊ ആഖിർ യാ മുമ്പ് സുക്കൂൻ വന്ന ഇസ്മില് റഫഅ വെളിവായി പിന്നെ നസ്ബ് വെളിവായി. ജർ വെളിവായി. വെളിവായി. ഇനി ഏതാ കിട്ടാനുള്ളത്? ആഖിർ വാവും തൊട്ട് മുമ്പ് സുക്കൂനും സുക്കൂനും. അതിന്റെ ഉദാഹരണം എന്താ പറയണേ? വഹാദാ ഇത് ദൽമുൻ ഇതൊരു ബക്കറ്റാണ്. ദൽ പറഞ്ഞ ബക്കറ്റ്. ഇതേതാണ്? ബക്കറ്റാണ്. ബക്കറ്റാണ്. എന്താ തർക്കീബ്? ഹാദാ മുബ്തദ ദൽമുൻ അതാണ് ഏത്? ഖബറായപ്പോ എന്ത് വെളിവായി? റഫ് വെളിവായി. ദൽവെന്നാ വായിച്ചേ? എങ്ങനെ വായിച്ചേ? ദൽവുൻ. ഇനി വറഅയ്തു ഞാൻ കണ്ടു. ദൽവൻ ഒരു ബക്കറ്റിനെ ഞാൻ കണ്ടു. റഅയ്തു ഫായില്. ഫായില്. ഇനി വരേണ്ടത് ഏതാ? മഫ്ഊൽ ബിഹി. അതാ ദൽവൻ മഫ്ഊലും ബിഹി അതാ നസ്ബ്. ഇനി മറർത്തു ഞാൻ നടന്നു. ബിദൽവിൻ ഏതിന്റെ അടുത്ത് കൂടെ? മാനിന്റെ അരികിലൂടെ. മാനല്ല ബക്കറ്റ്. ബക്കറ്റിന്റെ അരികിലൂടെ. ആ
ബക്കറ്റിന്റെ അടുത്ത് കൂടെ ഞാൻ നടന്നു. അവിടെ കണ്ടങ്ങള് ബിദൽവിൻ ബാ ഹർഫ് ജാറ് ദൽവിൻ മജ്റൂർ കണ്ടങ്ങള്. അപ്പൊ ഒക്കെ ആയിപ്പോ ആഖിർ അലിഫ് മുമ്പ് പത്ത, ഹംസ മുമ്പ് പത്ത്, ആഖിർ വാവ് ഫത അല്ല സുക്കൂന്, ആഖിർ ഹംസ മുമ്പ് സുക്കൂന്, ആഖിർ വാവ് തൊട്ട് മുമ്പ് സുക്കൂന്, ആഖിർ യാ തൊട്ട് മുമ്പ് സുക്കൂന്. ഇങ്ങനെയുള്ള ഇസ്മുകൾ എന്ത് ചെയ്യും? എല്ലാ ഹർക്കത്തുകളും അതിൽ എന്താകും? ഒഴിവാകും. ഒന്നും നമ്മൾ സങ്കല്പിക്കണ്ടെന്നർത്ഥം. ഇനി നോക്കിക്കോളി ഇങ്ങോട്ട്. ഇയാൾ എന്നെ പറയാണ് എന്ന പദത്തിലുള്ള ഹംസ. എവിടെയുള്ള ഹംസ? എന്ന് പറയുമ്പോ അവസാനമുള്ള ഹംസ അല്ലേ? അതെ, അതിലുള്ള ഹംസ. അതേപോലെ തന്നെ വൽ വാവ ഫി ദൽവി, ഏതിലുള്ള? ദൽവി എന്നതിലുള്ള വാവ്. വൽ യാ ഫിൽ ലബി, ഏതിലുള്ള യാ? ലബിയിലുള്ള യാ. ഇവകളൊക്കെ ഖബിലഹുന്ന, ഇവകളുടെ മുമ്പുണ്ട്. സവാക്കിനു, ഏതുകളുണ്ട്? സുക്കൂനുകളുണ്ട്. സാക്കിനിന്റെ ജമ്മാണേത്? സവാക്കിൻ. സാക്കിന് പറഞ്ഞ ഏകവചനം ബഹുവചനാണേത്? സവാക്കിനു. സവാക്കിനു എന്ന് വായിക്കൂല. എങ്ങനെ വായിക്കൊള്ളൂ? എന്താ സവാക്കിനു എന്ന് വായിച്ച എന്താ? ഭൂമി പൊളിഞ്ഞാടുവോ? ആകാശം പൊളിഞ്ഞാടുവോ? മുൻസരിഫ. ഏതാ കാരണം? മഫായിൽ പാറ്റേൺ ആണ്. അപ്പൊ സവാക്കിനു എന്ന് വായിച്ചൂടാ, സവാക്കിനു എന്നാ വായിക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? ലിയന്നൽ ഹംസത, കാരണം തീർച്ചയായിട്ടും ഹംസ. എവിടെയുള്ള ഹംസ? ഫിരിദിഇ, ഏത് പദത്തിലുള്ള? രിദിയിലുള്ള ഹംസ. അതേപോലെ വൽ വാവ ഫിദ്ദൽവി, ഏതിലുള്ള വാവ്? ദൽവിലുള്ള വാവ്. അതേപോലെ തന്നെ വൽ യാ ഫിൽ ലബി, ഏതിലുള്ള യാ? യാ. എന്നിട്ട് ഇയാൾ പറയാ ഖബിലഹുന്ന, അവകളുടെ മുമ്പുണ്ട്. ഹുന്ന എന്ന് പറഞ്ഞാൽ മൂന്നും പെട്ടു. ഏതാ ഹുന്നോട് ഉദ്ദേശിക്കണേതാ? കപില ഹുന്ന, കപിലന്റെ മുമ്പ്, ഹുന്ന അവകൾക്ക് മുമ്പ്. അവകളെ അറിയണേതാ? ആഖിർ ഹംസ, പിന്നെ കപില ഹുന്നാണ് ഇതിന്റെ അർത്ഥം. അതാ ഹുന്ന എന്ന് പറയുന്നത് മൂന്നെണ്ണം ഉണ്ട്. ഏതാ മൂന്നെണ്ണം? ഹംസ, വാവ്, ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് പദാണ്. കപില വേറെ, ഹുന്ന വേറെ. കപില ഹുന്ന അവകൾക്ക് മുമ്പുണ്ട്. സവാക്കിനു സുക്കൂനുകളുണ്ട്. അതുകൊണ്ട് അത്തരം ഇസ്മുകളിൽ എന്താകും? എല്ലാ ഹർക്കത്തും എന്ത് ചെയ്യും? വെളിവാകും. അതാണ് പറയുന്നത് ഹംസത, കാരണം ഹംസ ഫിരിദിഇ, ഏതിലുള്ള? ഹംസ. വൽ വാവ ഫിദ്ദൽവി, എന്താ അർത്ഥം? ദൽവിലുള്ള വാവ്. വൽ യാ ഫിൽ ലബി, ഏതിലുള്ള യാ? ഖബിലഹുന്ന, അവകളുടെ മുമ്പുണ്ട്. സവാക്കിനു, ഏതുണ്ട്? സുക്കൂനുകളുണ്ട്. ആഖിർ ഹംസയാണ്, ആഖിർ വാവാണ്, ആഖിർ യാ ആണ്. അതിന്റെ തൊട്ട് മുമ്പൊക്കെ ഏതുണ്ട്? സുക്കൂന് ഉണ്ട്. ലി അന്നൽ ഹംസത, എന്താ തർക്കീബ്? അന്നർഫേ അതിന്റെ അർത്ഥം എവിടെ പൂർത്തിയാണ് നോക്കിക്കോളി. അൽ ഹംസത, അതാണ് ഏത്? ഇസ്മു അന്ന. രിദിയിലുള്ള ഹംസ, പിന്നെ വൽ വാവ, വാവും. എന്താ വാവ എന്ന് വായിക്കണേ? എയ്മക്ക് അത്തുഫായതുകൊണ്ടാ.
ഹംസത്തമ്മക്ക് അത്തുപ്പായതുകൊണ്ടാണ് എങ്ങനെ വായിക്കണത്? വാവ. വാവ എന്ന് വായിക്കണത്. ഫിദ്ദൽവി ദൽവിലുള്ള വാവും വൽ യാ അ യാ യാ അ എങ്ങനെ വായിക്കേണ്ടത്? യാ അ. എന്തുകൊണ്ട് അതൊക്കെ ഇമക്ക് അത്തുപ്പാണ്? ഹംസ എവിടെ? ഹംസത്തമ്മക്ക് അത്തുപ്പാണ്. ഹംസക്കത്ത് ഫത്ഹല്ലേ, മൻസൂബല്ലേ? അപ്പൊ മൻസൂബ് ഇവിടെയും വേണം. ഇനി ഏത് കിട്ടാണ്ട്? ഖബർ വരാണ്. ഇനി നോക്കിക്കോളി, ഖബർ ജുംലയാണ് വരുന്നത്. ഖബില ഹുന്ന അവകൾക്ക് മുമ്പുണ്ട്, സവാക്കിനു സുക്കൂനുകളുണ്ട്. ഖബില മുലാഫാണ്. ഹുന്ന മുലാഫിനിലയാണ്. അതോടുകൂടെ എന്തും കൂടിയാണ്? ഖബർ മുഖദ്ദം. എവിടെ മുബ്തദാ മുഅഖർ? സവാക്കിനു സുക്കൂനുകൾ ഉണ്ട്. അതാ മുബ്തദാ മുഅഖർ. പറഞ്ഞേ തിരിഞ്ഞോ? തിരിഞ്ഞു. ഖബില എന്ന് പറയുന്നത് വറുഫ് മുലാഫ് ഖബർ മുഖദ്ദം ഉന്ന മുലാഫുൻ ഇലൈഹി സവാക്കിനു മുബ്തദാ മുഅഖർ. അപ്പൊ ഇവിടെ മുബ്തദി വന്നു, ഖബറും വന്നു. ഇനി നമുക്ക് ഏത് കിട്ടണം? അന്നന്റെ ഖബർ. ആ അന്നന്റെ ഖബർ ഇവിടെ ഏതാ അറിയോ? ഖബില ഹുന്ന എന്ന് പറഞ്ഞ ഖബർ മുഖദ്ദം, സവാക്കിനു എന്ന് പറയണേ പിന്നെ മുബ്തദാ മുഅഖർ. രണ്ടും കൂടി ചേർന്നാണ് ആരെ ഖബർ? എവിടുത്തെ അന്ന? അന്നൽ ഹംസത്താന അന്നല്ലേ? ആ അന്നന്റെ ഖബർ ഏതാണ്? ഖബില ഹുന്ന ലർഫു മുലാഫ് ഖബർ മുഖദ്ദമും സവാക്കിനു എന്ന് പറഞ്ഞ മുബ്തദാ മുഅഖറും കൂടിയതാണ് ആരെ ഖബർ? അന്നന്റെ. ആ അല്ലെങ്കിൽ ഈ പറയണ നിങ്ങൾക്ക് തിരിഞ്ഞിക്കണോ? ഇനിയിപ്പൊ തിരിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോളി. ഇനി വെറുതെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞില്ല അറിയണ്ട. തിരിയാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ ഈ പാടത്ത് പറഞ്ഞത്? എന്താ? ആഹിർ ഹംസ, പിന്നെ അവകൾക്ക് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്തുണ്ട്? സുക്കൂനുണ്ടെങ്കിൽ അത്തരം ഇസ്മുകളില് മർഫൂഉം മൻസൂബും മജ്റൂറും എന്ത് ചെയ്യും? വെളിവാകും. ഒന്നും സങ്കൽപ്പിക്കണ്ട. ദൽവുൻ ദൽവൻ ദൽവിൻ, ലബിയും ലബിയൻ ലബിയിൻ, ജിദ്ഉൻ ജിദ്അൻ ജിദ്ഇൻ. മർഫൂഉം വെളിവാകും, മൻസൂബും വെളിവാകും, മജ്റൂറും വെളിവാകും. ഹാദാ രിദ്ഉൻ എന്ന് പറയുമ്പോൾ ഹാദാ മുബ്തദാ, രിദ്ഉൻ ഖബർ, ഖബറായപ്പോ റഫഅ്. റഅയ്തു റിദ്അൻ മഫ്ഊലായപ്പോ നസ്ബ്. വമറർതു ബിരിദ്ഇൻ മജ്റൂറായപ്പോ എന്തും വെളിവായി? ഹാദാ ലബിയുൻ, ഹാദാ മുബ്തദാ, ലബിയുൻ ഖബർ, ഖബറിന് റഫഅ് വേണം. ലബിയുൻ റഫഅ് വെളിവായി. റഅയ്തു ലബിയൻ ഫീലും ഫായിലും ലബിയൻ മഫ്ഊല്. എന്ത് വേണം? മഫ്ഊലിന് എന്ത് വേണം? അപ്പൊ നസ്ബാവുമ്പോ എങ്ങനെ തന്നെ നമ്മൾ വായിക്കണം? റഅയ്തു ലബിയൻ. ഇനി മറർത്തു ബാ വരുമ്പോ ബിലബിയിൻ. അതാണ് പറയണത്. ഇനി ഖുർആന്റെ ഉദാഹരണങ്ങളാ പറയണത്. ഖാലല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഫിൽ ഹംസത്തി അവസാനം ഹംസയും തൊട്ട് മുമ്പ് ഏതും വന്നില്ലേ? ഫിൽ ഹംസത്തി പറഞ്ഞ അർത്ഥം എന്താ? ഖാലല്ലാഹു തആല, ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. ഫിൽ ഹംസത്തി ഹംസയിൽ, ഹംസയിൽ പറഞ്ഞു പറഞ്ഞ അർത്ഥം എന്താ? ആഖിറ ഹംസയോ തൊട്ട് മുമ്പ് ഏതും വന്നു? സുക്കൂനും വന്നു. അതാ ഫിൽ ഹംസത്തി അതിന്റെ അർത്ഥം. വെറും ഹംസ എന്നല്ല, അവസാന ഹംസയും വന്നിട്ടുണ്ട്, തൊട്ട് മുമ്പ് ഏതും വന്നിട്ടുണ്ട്? സുക്കൂനും വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞു, സുമ്മസ്തവാ ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്. സുമ്മസ്തവാ, പിന്നീട് അല്ലാഹു ഇസ്തിവാ ചെയ്തു.
ഇലസ്സമായി ആകാശത്തിലേക്ക്, ഫസവ്വാഹുന്ന ആ 7 ആകാശങ്ങളെ അള്ളാഹു ശരിപ്പെടുത്തി. നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ള പദേതാ പറഞ്ഞാട്ടെ. ഇവിടെ നമ്മളെ വിഷയം ഇവിടെ എവിടെയാണ്? സമായി. സമാഇന്റെ അവസാനം ഏതാ? ഹംസ. ഹംസന്റെ തൊട്ട് മുമ്പുള്ളത് ഏതാ? അലിഫാണ്, സുക്കൂനായിട്ട് പരിഗണിക്കും. സുക്കൂനായിട്ട് പരിഗണിക്കും. സുക്കൂനായിട്ടാ പരിഗണിക്കുക. അപ്പൊ ആഖിർ ഹംസയും മുമ്പ് സുക്കൂനുമായപ്പോ ഇവിടെ ജറിന്റെ അക്ഷരം വന്നപ്പോ ഏത് വെളിവായി? ജറ് എന്ത് ചെയ്തോ? അതേപോലെ വഫിൽ വാവി, വാവിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു. അതാണ് അതിന്റെ അർത്ഥം. വഫിൽ വാവി പറഞ്ഞ എന്താ അർത്ഥം? വാവിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു പറഞ്ഞ എന്താ അർത്ഥം? ആഖിർ വാവും തൊട്ട് മുമ്പ് സുക്കൂനും വന്നതിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു. ലാ യുആഖിദുകുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കുകയില്ല. ബില്ലഗ്വി, അനാവശ്യമായത് കൊണ്ട് അള്ളാഹു നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കുകയില്ല. ബില്ലഗ്വി, നമ്മളെ കണക്കെവിടെ? ലഗ്വി അവസാനം ഏതാ? വാവ്. വാവിന്റെ മുമ്പുള്ള വൈനിന് എന്താണ്? സുക്കൂനാണ്. അപ്പൊ കണ്ടോ, ജറിന്റെ അക്ഷരം വന്നപ്പോ ഏത് വെളിവായി? ജറ് ഏതാ? ജറ് ബാർഫി ജാറി ലഗ്വി മജ്റൂറും ബിൽ കസ്റത്തി. ലാ യുആഖിദുകും, നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കൂല. അള്ളാഹു ശിക്ഷിക്കൂല. ബിൽ ലഗ്വി, ലഗ്വ് കൊണ്ട് ശിക്ഷിക്കൂല. അതിന്റെ തർക്കീബ് എന്താ? ലാ ഹർഫ് നഫി. യുആഖിദുകുമുല്ലാഹു, ഏതാണ് ഫായില്, ഏതാണ് ഫിഅല്, ഏതാണ് മഫ്ഊൽ എന്ന് പറഞ്ഞാട്ടെ. ഏതാണ്? അതിന്റെ ഫീൽ ഏതാ? ആഖദ ഖാതല യുഖാതിലു, ആഖദ യുആഖിദു, അതാണ് ഫീല്. ഇനി ഏതാണ് ഫായില്? അല്ലാഹു. എവിടെ മഫൂലും ബിഹി? കും. അതേപോലെ തന്നെ കും മഫ്ഊല് മുഖദ്ദം, അല്ലാഹു ഫായില് മുഅഖ്ഖർ. ഇനി നോക്കിക്കോളി. വഫിൽ യാഇ, യാ വന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു. യാ വന്നതിനെ സംബന്ധിച്ച് എന്താ? ആഖിർ യാഉം മുമ്പേതോ സുക്കൂനും. എന്താണ് അള്ളാഹ് പറഞ്ഞത്? ഫമസ്തൈസറ മിനൽ ഹദീ, ആ ബലിയിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായത് നിങ്ങൾ ചെയ്യൂ. ഫമസ്തൈസറ, എളുപ്പമുള്ളത്. എന്തിൽ നിന്ന്? മിനൽ ഹദീ. എവിടെ നമ്മളെ കണക്കെവിടെ? ആഖിർ യാഉം മുമ്പ് ഏതുമാണ്? സുക്കൂനുമാണ്. അപ്പൊ മിന്നു വന്നപ്പോ ഏത് വെളിവായി? ബിജർരി കുല്ലിഹിന്ന, ഇവകൾക്ക് മുഴുവൻ ജറു കൊണ്ടാണ് വായിക്കുക. എന്താ അർത്ഥം? ബിജർരി കുല്ലിഹിന്ന, ഇവകൾക്ക് മുഴുവൻ ജറു കൊണ്ടാണ് വായിക്കുക, അല്ലേ? ഇലസ്സമായി ബിൽ ലഗ്വി മിനൽ, പിന്നെ എല്ലായിടത്തും ജറാണ്. എവിടെ എല്ലായിടത്തും ജറ്? ഇലസ്സമായി ജറ്, ബിൽ ലഗ്വി ജറ്, മിനൽ ഹദീ അത് മേലല്ലേ? അതാണ് അയാളാ പറയണത്. ഹദീ എന്ന് പറഞ്ഞാല് മറ്റേ ബലിയില്ലേ, ബലികർമ്മം. അപ്പൊ അവിടെ നമ്മളെ അതാ ഇയാള് പറയണെന്താ? ബിജർരി കുല്ലിഹിന്ന, അവകൾക്ക് മുഴുവൻ ജറു കൊണ്ടാണ് വായിക്കുക. യവകൾക്ക് ഇല വന്നപ്പോ സമായി,
ബാ വന്നപ്പോ ലഗ്വി, മിന്നു വന്നപ്പോഴോ ഹദി. ഹദി. ജറ് പറഞ്ഞ ജറ് കൊണ്ട്, കുല്ലി പറഞ്ഞ മുഴുവൻ, കുന്ന അവകൾ. 3 പദാണ് അവിടെ. 3 അല്ല 4 പദം ഉണ്ട് അവിടെ. ബാ ബി ജരി, ബാ ജരി, കുല്ലി, പിന്നെ ഹിന്ന. ഹിന്ന പറഞ്ഞാൽ അവകൾക്ക് എല്ലാത്തിനും. കുല്ലി പറഞ്ഞാൽ എല്ലാം, ഹിന്ന എന്ന് പറഞ്ഞാൽ അവകൾ. എവകള് ഇലസമായി, പിന്നെ പിന്നെ മിനൽ ഹദി. അതാ ബിജല്ലി കുല്ലി ഹിന്ന, അവകൾക്ക് മുഴുവൻ ജറു കൊണ്ടാണ്. എന്തുകൊണ്ടാ ജറ് ചെയ്യേണ്ടി വന്നത്? അതിന് മുമ്പ് ഏതുണ്ട്? സുക്കൂൻ വന്നത് കൊണ്ട്. അല്ലടാ, ജറ് ചെയ്തത് എന്തുകൊണ്ടാ? ജറിന്റെ അക്ഷരം വന്നോണ്ട്. ജറിന്റെ അക്ഷരം ഉണ്ട്. ആദ്യത്തോടത്ത് ഏതാ ജറിന്റെ അക്ഷരം? ഇല. രണ്ടാമത്തോടത്ത് ഏതാ ജറിന്റെ അക്ഷരം? ബി. മൂന്നാമത്തോടത്ത് ഏതാ ജറിന്റെ അക്ഷരം? മിന. മിനല്ല, മിന്ന്. മിനാന്ന് പറയണ മക്കത്താ, ഇത് മിന്നാണ്. ആ അതാ ബിജല്ലി കുല്ലി ഹിന്ന, അവകൾക്ക് മുഴുവൻ ജറു കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ സമായി ബില്ലഗ്വി, പിന്നെ മിനൽ ഹദി. ഇനി അവിടെ റഫഅന്റെ വായിക്കേണ്ട സ്ഥലത്താണെങ്കിൽ എങ്ങനെ വായിക്കും? അസ്സമാഉ കബീറത്തുൻ. എന്താ അർത്ഥം? ആകാശം വലുതാണ്. എന്താ തർക്കീബ്? അസ്സമാഉ മുബത്തദായപ്പോ എങ്ങനെ വായിച്ചത്? സമാഉ മർഫൂആണ്. ഇനി റഅയ്തു സമാഅ, എന്താ അർത്ഥം? ആകാശം കണ്ടു. റഅയ്തു പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? സമാഅ എന്ന് പറയുന്നതോ മഫൂല്. ഇവിടെ അങ്ങനെ ജറുകൊണ്ട് വായിക്കാൻ എന്താ കാരണം? അതിന്റെ മുമ്പുള്ള ഏതുള്ളോണ്ടാ? അല്ലാതെ എല്ലോ വരുന്നോടത്തൊക്കെ ജറ് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈ 3 എങ്ങനെ വായിക്കണം? ജറിന്റെ അക്ഷരം വായിക്കണം. അതാണാ പറയുന്നത്. ആ പിന്നെ അപ്പൊ എങ്ങനെ ഞാൻ വായിച്ചേ നോക്കിക്കോളി. വകുല്ലു ഇസ്മിൻ ആഖിറുഹു ഹംസത്തുൻ, പിന്നെ ഔ വാവുൻ, അല്ലെങ്കിൽ ഔ യാഉൻ. ഒക്കെ തർക്കീബ് അനുസരിച്ചുകൊണ്ട് പോരണം. ഖബിലഹ, പിന്നെ സാകിനുൻ, ഫഇന്നഹു, പിന്നെ യഹ്തമിലു അൽ ഹറകാതി കുല്ലഹ. യഹ്തമിലു പറഞ്ഞാൽ ഫീല് ഫായില്, ഹറകാതി മഫ്ഊലുൻ മൻസൂബുൻ ബിൽ ഫത്ഹത്തി, അല്ല പിന്നെ മൻസൂബുൻ ബിൽ കസ്റത്തി ലിഅന്നഹു ജമ്മു മുഅന്നസ് സാലിം. കുല്ലഹ, അതാണ് തൗക്കീദ. എന്തുകൊണ്ടാ കുല്ല എന്ന് വായിച്ചത്? ഹറക്കാത്തി എന്നുള്ളടത്ത് നെസ്ബുണ്ട്. പക്ഷെ അവിടെ ജമ്മു മുഅന്നസ് സാലിം ആയതുകൊണ്ടാണ് ഏതുകൊണ്ട് നെസ്ബ് ചെയ്തത്? കസ്റോണ്ട് നെസ്ബ് ചെയ്തത്. കുല്ല എന്നുള്ളത് ഏതല്ല? ജമ്മു മുഅന്നസ് സാലിം അല്ല, അത് സാധാരണ ഉള്ള. അതുകൊണ്ട് അവിടെ എന്തുകൊണ്ട് നെസ്ബ് ചെയ്തോ? ഫത്ഹുണ്ട്. ആ വയജിരി, അവകൾ സഞ്ചരിക്കും. യവകൾ ആഖിർ ഹംസ വാവ് യാ തൊട്ട് മുമ്പ് ഏതുണ്ട്? സുക്കൂനുണ്ട്. അങ്ങനത്തെ നൗണുകൾ സഞ്ചരിക്കും. മജ്റസ്സഹീഹി, ഏതിന്റെ സ്ഥാനത്ത്? സ്വഹീഹിന്റെ സ്ഥാനത്ത്. യജിരി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? അത് സഞ്ചരിക്കും. എന്തൊക്കെ ഉണ്ട്? മജ്റസ്സഹീഹി, സഹീഹിന്റെ സ്ഥാനത്ത്. മജ്റ, ആ മജ്റ എന്ന് പറയുന്നിടത്ത് മഫ്ഊലുൻ ബിക്ക് എവിടെ നസ്ബ്? മജ്റ എന്ന് പറയുന്നിടത്ത് മഫ്ഊലുൻ ബിക്ക് എവിടെയാണ് നസ്ബ്? ആ അത് മക്സൂറാണ്. ആഖിർ അലിഫും മുമ്പ് ഫത്ഹും. എന്താ മക്സൂറാന്റെ നിർവചനം? ആഖിർ യാവും തൊട്ട് മുൻപ് ഫത്ഹും. ആഖിർ യാ അല്ല, ആഖിർ അലിഫ് പറയും. ആഖിർ അലിഫ്. അതൊന്നും ഇതുവരെ കാണാതെ പഠിച്ചു വെച്ചിട്ടില്ലേ?
മക്സൂറ എന്ന് പറയുമ്പോൾ അതൊരു തൊള്ളൊഴിച്ചിരിക്കുക. എന്താ മക്സൂറാന്റെ നിർവചനം? ആഖിർ അലിഫും തൊട്ട് മുൻപ് തൊട്ടുമുമ്പുള്ളതിന് ആ. അപ്പൊ മജറ എന്നുള്ളത് മക്സൂർ ആയതുകൊണ്ടാണ് നെസ്ബ് ഒഴിവാകാത്തത്. പിന്നെ സഹീഹി മുളാഫുൻ ഇലൈഹി തഖൂലു ഹാദാ റിദ്ഉൻ വറഅയ്തു റിദ്അൻ വമറർതു ബി റിദ്ഇൻ വഹാദാ ലബിയുൻ. പിന്നെ ലബിയൻ വമറർതു ബിലബിയിൻ. അടുത്തത് വഹാദാ ദൽവുൻ. പിന്നെ ബിദൽവിൻ ലിഅന്ന. വായിച്ചാട്ടെ. പിന്നെ ലിഅന്നൽ ഫിദ്ദിഇ വൽ വാവ. പിന്നെ ബിദൽവി. പിന്നെ വലിയാഅ ഫില്ലബിയി ലബിയി ഖബിലഹുന്ന സവാകിനു. അവകളുടെ മുമ്പൊക്കെ ഏതുണ്ട്? സുക്കൂനുകളുണ്ട്. പിന്നെ ഖാലല്ലാഹു തആല ഫിൽ ഹംസത്തി സുമ്മ ഇസ്തവാ ഇല സമാഇ ഫസവാഹുന്ന. പിന്നെ വഫിൽ വാവി. പിന്നെ ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി. പിന്നെ വഫിൽ യാഇ ഫമസ്തൈസറ മിനൽ ഹദി ബിജരി കുല്ലി ഇന്ന. അവകൾക്ക് മുഴുവൻ ജറ് കൊണ്ടാണ് വായിക്കേണ്ടത്. എന്താ തർക്കീബ്? ബിജരി ബാർഫ് ജരി മജ്റൂർ പ്ലസ് മുളാഫ് കുല്ലി. പിന്നെ പ്ലസ് മുളാഫ് ഇന്ന മുളാഫുൻ ഇലൈഹി. നടക്കട്ടെ.